കൗസല്യ, ഞാൻ നാളെ നാട്ടിൽ പോവാണ്. നാട്ടിലേക്കോ? എന്താ അത്ര പെട്ടെന്ന്? അമ്മാവന് നല്ല സുഖമില്ല, ഉടനെ വരണം എഴുതിയിരിക്കുന്നു. പോയിട്ട് എന്ന് വരും? മ്യൂസിക് കോളേജിലെ എന്റെ പഠിപ്പ് കഴിഞ്ഞില്ലേ, ഇനിയും വെറുതെ ഇവിടെ വന്നു നിന്നിട്ടെന്ത് കാര്യം? എന്ത് കാര്യമെന്നോ? എന്നെ കാണണ്ടേ? കൗസല്യെ എന്നും കണ്ടുകൊണ്ടിരിക്കാനുള്ള മാർഗത്തിന് വേണ്ടിയാണ് ഞാൻ ശ്രമിക്കുന്നത്. എന്താ മാർഗം? എനിക്കൊരു ജോലി കിട്ടിയിട്ട് വേണം നമ്മുടെ ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, ഒന്നും മറന്നു കളയരുത്. മറന്നാൽ എന്റെ ജീവിതമേ എനിക്ക് നഷ്ടപ്പെട്ടു പോയില്ലേ. വിഷമിക്കാതിരിക്കും. ഗുഡ് ബൈ. ഗുഡ് ബൈ. ഇവിടെ ആരുമില്ലേ? ആരാ? സാരാണോ? വരണം സാർ, ഇരിക്കണം. ഞായറാഴ്ചയൊക്കെ അല്ലേ, നടക്കാൻ ഇറങ്ങിയപ്പോ കൗസല്യം ഒന്ന് കണ്ടു കളയാന്ന് കരുതി. പിന്നെ എങ്ങനെയുണ്ട് താമസമൊക്കെ? സുഖം തന്നെയാണല്ലോ, സൗകര്യമുണ്ടല്ലോ? പിന്നെ എന്തെങ്കിലും സഹായങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞേക്കണം. പരിചയമില്ലാത്ത സ്ഥലമല്ലേ, അതും ഒരു സ്ത്രീ തനിച്ച്, ഒട്ടും അടിക്കരുത്, എന്ത് വേണമെങ്കിലും പറഞ്ഞേക്കണം. ഈ സമയത്തൊരു ഉറക്കോ? വാ വാ വാ, കൊച്ചു കള്ളല, അങ്ങനെ ഉറങ്ങിയാലോ? എന്നെ അറിയില്ലേ? കരയാതെ, ഇത് ഞാനാ, എസ് മാമൻ. അയ്യോ സാർ, സൂക്ഷിക്കണം, ചിലപ്പോൾ പറ്റിച്ചേക്കും. ഓ, അത് സാരമില്ല. ഉണ്ണിമൂത്ര പുണ്യാഹം എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. മോന് മൂത്രം ഒഴിക്കണോ? ഒഴിച്ചോ. എന്താ അവിടെ ഒരു ശബ്ദം? അവിടെ പൈപ്പ് റിപ്പയർ ചെയ്യാണ്. ഓ, അത്രേ ഉള്ളൂ. കേട്ടോ കൗസല്യേ, സത്യം പറഞ്ഞാ എനിക്ക് ഈ കുഞ്ഞുങ്ങളെന്ന് വെച്ച ജീവനാ. അവിടെ കിടന്നോ. കൗസല്യ മാത്രം അറിഞ്ഞാ മതി. ഞാൻ ഒരു രഹസ്യം പറയാം. ഓഫീസിലെ ഞാൻ വേറെ, ഓഫീസിന് പുറത്തുള്ള ഞാൻ വേറെ. മനസ്സിലായോ? മനസ്സിലായോ? എന്താ പൈപ്പ് തല്ലിപ്പൊളിക്കണം? ഇവന്മാരൊന്നും വിശ്വസിക്കരുത്. ഓഫീസിലെ എന്റെ എടുത്തിയാട്ടമെല്ലാം വെറൊരു ജാടയാ. സ്റ്റാഫിന്റെ റെസ്പെക്ട് പിടിച്ചെടുക്കാനുള്ള വെറൊരു അടവ്. ഏത്? സത്യത്തിൽ ഞാൻ വളരെ സ്നേഹമുള്ള ഒരു മനുഷ്യനാണ് കൗസല്യ. കൗസല്യയുടെ ശമ്പളം വർദ്ധിപ്പിക്കുന്ന കാര്യം ഞാൻ ഏമനോട് പറഞ്ഞിട്ടുണ്ട്. ഞാനിപ്പോ ജോയിൻ ചെയ്തല്ലേ ഉള്ളൂ. എന്റെ ശമ്പളക്കാരെയും കൂടെ ഒന്ന് പറയണം സാർ. താനിവിടെ ഇവിടെ വന്നപ്പോൾ പൈപ്പ് കേടായെന്ന് കൗസല്യ പറഞ്ഞു, അത് റിപ്പയർ ചെയ്യുകയായിരുന്നു. അതിനോടെ കൗസല്യക്ക് വേറെ ആരും കിട്ടിയില്ലേ? ഇത് സുബ്ബരാമന്റെ വീടായിരുന്നു സാർ, എനിക്ക് വേണ്ടി ഒഴിഞ്ഞു വന്ന. ശരി ശരി, എനിക്ക് അല്പം ധൃതിയുണ്ട്. ഞാൻ വരട്ടെ കൗസല്യേ. കുറുപ്പ് സാറേ, ഒരു കാപ്പി കഴിച്ചിട്ട് പോവാ. എല്ലാം റിപ്പയർ ചെയ്തിട്ടുണ്ട്. താങ്ക് യു സുബ്ബു. ഇനി ഒരു കുഴപ്പം ഉണ്ടാവില്ല. കുഞ്ഞിരാമൻ, ഓ സുബ്ബരാമൻ, എന്താണത്? വാട്ട് ഈസ് ദിസ്? ഓഫീസ്. അതല്ല ഞാൻ ചോദിച്ചത്, വാട്ട് ഈസ് ദിസ്? ബോൾ പോയിന്റ് പെൻ. ഇങ്ങനെയാണ് ഓഫീസ് വരുന്നത്? ഇപ്പൊ സമയത്തേ? സോറി സാർ, ക്ഷമിക്കണം, 10 മിനിറ്റ് ലേറ്റായി.
ഇവിടെ ഒരു മിനിറ്റ് കൂടെ ലേറ്റ് ആവാൻ സമ്മതിക്കില്ല, മനസ്സിലായോ? താൻ എവിടെയായിരുന്നു? ബസ് കിട്ടിയില്ല സാർ. അതോ വല്ല പൈപ്പ് റിപ്പയർ ചെയ്യാൻ പോയോ? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇനി മേലായി ഇത് ആവർത്തിച്ചാൽ നിറം മാറും. തന്നെ ഞാൻ നാട് കടത്തും, ട്രാൻസ്ഫർ ചെയ്യും. കോയമ്പത്തൂർക്കായിക്കോട്ടെ സാർ. ആന്ധ്രയിലൊരു മൂലയിലേക്ക്, അങ്ങ് കതിരി ബ്രാഞ്ചിലേക്ക് ഒരു തുള്ളി പച്ചവെള്ളം പോലും തനിക്ക് അവിടെ കിട്ടില്ല. എന്തോട് തിരിക്കുന്നു? കന്നഡ വെച്ചാൽ എന്താ തിരിക്കുന്നത്? അത് പിന്നെ എന്താണ് തിരിക്കുന്നതെന്നാണ് ചോദിച്ചത്. സാറിന്റെ ഓഫീസിലുള്ള എടുത്തുചാട്ടമെല്ലാം വെറും ചാടയാണെന്ന് സാറ് തന്നെയല്ലേ പറഞ്ഞത്. അതോർത്ത് എന്താ മാരേജ് ഇൻവിറ്റേഷൻ. ഓ ഐ സി. ഓക്കെ, കൺഗ്രാചുലേഷൻസ്. കൗസല്യേ, സുനിതയുടെ മാരേജ്. കൺഗ്രാചുലേഷൻസ്. താങ്ക് യു. കൗസല്യ വരാതിരിക്കരുത്, തീർച്ചയായും വരും. എന്നെ പറ്റി ശ്രദ്ധിക്കണ്ട, വരൻ വന്നില്ലെങ്കിലും ഞാൻ വരും. വരൻ നേരിട്ട് വന്ന് വിവാഹം ആലോചിക്കുന്നത് ഒരു തമാശയായിട്ട് തോന്നിയേക്കാം. ഇതൊരു ചടങ്ങായിട്ട് നടത്താൻ എനിക്ക് വേണ്ടപ്പെട്ടവരായിട്ട് ആരുമില്ല. ഒരു പുരുഷൻ, ഒരു സ്ത്രീ, ഇവര് തമ്മിലുള്ള ബന്ധമാണല്ലോ വിവാഹം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് തീരുമാനിക്കാൻ മൂന്നാമതൊരാളുടെ സഹായം ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നില്ല. കൗസല്യ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇനി കൗസല്യയുടെ ഇഷ്ടം മാത്രം അറിഞ്ഞാൽ മതി. അത് അനുകൂലമായാലും പ്രതികൂലമായാലും ഞാൻ മാത്രം അറിഞ്ഞാൽ മതി. കാരണം കൗസല്യയും ഞാനും ഒരേ കമ്പനിയിൽ ഒരുമിച്ച് ജോലി ചെയ്യേണ്ടവരാ. മോൾ എന്ത് പറയുന്നു? ഒരു നിമിഷം കൊണ്ട് തീരുമാനിക്കാവുന്നതാണോ അച്ഛാ വിവാഹക്കാര്യം? ഞാനൊന്ന് ആലോചിക്കട്ടെ. യു ആർ കറക്റ്റ്. പിന്നെ ഞാൻ കൗസല്യയുടെ സുപ്പീരിയർ ഓഫീസറാണെന്ന് വിചാരിച്ച് യാതൊരു വിഷമവും വേണ്ട. നല്ലപോലെ ആലോചിച്ചിട്ട് മതി. അപ്പോ ഞാൻ ഇറങ്ങട്ടെ. എന്താ മോളെ ഇത്? നിനക്ക് എന്താ എത്ര ആലോചിക്കാൻ? മിസ്റ്റർ രാജഗോപാലിന് എന്താണ് ഒരു കുറവ്? അച്ഛാ, ഞാൻ എല്ലാം അച്ഛനോട് തുറന്നു പറഞ്ഞിട്ടുള്ളതല്ലേ. രവി എനിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. മോളെ, അച്ഛൻ നിന്റെ ഗുണത്തിന് വേണ്ടി പറയുകയാണ്. പാട്ടുകൊണ്ട് ഇക്കാലത്ത് എന്താ കാര്യം? മിസ്റ്റർ രാജഗോപാലാണെങ്കിൽ ഒരേ ഒരു തടി, മറ്റു ഭാരങ്ങളൊന്നുമില്ല, നല്ല ഉദ്യോഗം. അച്ഛൻ എന്നെ നിർബന്ധിക്കരുത്. ഞാൻ ഉടൻ തന്നെ രവിക്ക് എഴുതുകയാണ്. ഇവിടെ വന്ന് അച്ഛനെ കണ്ട ഒരു തീരുമാനമെടുക്കാൻ. എല്ലാം നിന്റെ ഇഷ്ടം. മൈ ഡിയർ രവി, എത്ര കത്തുകൾ അയച്ചിട്ടും മറുപടി ഒന്നും കാണുന്നില്ലല്ലോ. ഇവിടെ അച്ഛൻ എനിക്ക് കാര്യമായ വിവാഹാലോചന നടത്തുന്നു. എന്നെ എന്തിനിങ്ങനെ പരീക്ഷിക്കണം? വിവരത്തിന് ഉടനെ എഴുതണം. എന്ന് സ്വന്തം കൗസല്യ. എനിക്ക് കത്തുണ്ടോ? ഒന്നുമില്ല. മോളെ, ഞാൻ നിന്റെ വിവാഹം അങ്ങോട്ട് ഉറപ്പിച്ചു. അച്ഛാ, അതെ, ഞാൻ രാജഗോപാലിന് വാക്കുകൊടുത്തു. അച്ഛൻ എന്താ നീ ചെയ്തത്? അച്ഛൻ ചെയ്തത് ശരിയാണ്. എന്റെ മോൾ ഇനിയും ഒരു മധേയാകരുത്. നീ എത്ര എഴുത്തുകളാ രവിക്ക് അയച്ചു? എന്നിട്ട് ഇതുവരെയും ഒന്നിനെങ്കിലും അവൻ മറുപടി അയച്ചു? രവി ഇതെല്ലാം ഒരു തമാശയായിട്ട് എടുത്തിട്ടുണ്ടാവും. ഇനിയും അവനെ കാത്തിരിക്കുന്നതിൽ ഒരർത്ഥവുമില്ല. എന്റെ മോളുടെ ജീവിതം നശിപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ല. മോളെന്താണ് ഇങ്ങനെ വല്ലാതിരിക്കുന്നത്? നാളെ നിന്റെ വിവാഹമാണ്. വല്ലവരും കണ്ടാൽ എന്ത് വിചാരിക്കും? കുളിച്ചൊരുങ്ങി സന്തോഷമായിരിക്കും. ഓ,
രവിയെ ഒന്ന് കാണണം. നിങ്ങളാരാ? ഞാൻ ഒരു കാര്യം പറയാനാണ്. എന്നോട് പറഞ്ഞാൽ പോരെ? നിങ്ങൾ രവിയുടെ ഭാര്യ.